വി.ഡി. സതീശൻ സർക്കാർ കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന പ്രിയദർശിനി പദ്ധതി ഇപ്പോൾ അവർക്ക് തന്നെ വെല്ലുവിളിയാകുകയാണോ? കാരണം ഈ പദ്ധതി നടപ്പിലാക്കി ഒരു മാസം പിന്നിടുമ്പോഴേക്കും KSRTC കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ആയതിനാൽ തന്നെ ഈ നഷ്ടം നികത്താൻ വേണ്ടി പുതിയ നീക്കങ്ങളാണ് അണിയറയിൽ സർക്കാർ നടത്തുന്നത്. അതായത് പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര നഷ്ടം നികത്താൻ KSRTCക്ക് ഓവർ ഡ്രാഫ്റ്റ് നൽകാൻ തീരുമാനമായിരിക്കുകയാണ്. അതായത് പദ്ധതി മൂലമുണ്ടായ വരുമാന നഷ്ടം മറികടക്കാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി KSRTCക്ക് ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്കാണ് ഓവർ ഡ്രാഫ്റ്റ് അനുവദിക്കുക. പദ്ധതിയുടെ ചിലവ് മൂലം KSRTCയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണ് ഈ ഇടപെടൽ എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല മുൻപോട്ട് പോകെ ഈ പദ്ധതി തന്നെ ഇല്ലാതാകുമോ എന്നതും ഒരു ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ച അല്ലെങ്കിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പ്രിയദർശിനി പദ്ധതി നിലവിൽ വന്നതിന് ശേഷം സ്ത്രീ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. മുൻപ് പ്രതിദിനം ഏകദേശം 10 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 15 ലക്ഷമായി തന്നെ ഉയർന്നതായിട്ടാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗതാഗത മന്ത്രിയായ CP ജോൺ ആണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് വർധനവിന്റെ പശ്ചാത്തലത്തിൽ KSRTCക്ക് പ്രതിദിനം ശരാശരി 2.5 കോടി രൂപയുടെ വരുമാന നഷ്ടമോ സാമ്പത്തിക ബാധ്യതയോ ഉണ്ടാകുമെന്നതാണ് സർക്കാർ വിലയിരുത്തൽ. മാത്രമല്ല ഈ സാഹചര്യത്തിലാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ഇവിടെ ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം യാത്രക്കാരുടെ വർദ്ധിച്ചു വരുന്ന അവ്യക്തത പരിഗണിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ഓർഡിനറി ബസ്സുകൾ അല്ലെങ്കിൽ ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ ഒരു പദ്ധതി പോകെ തന്നെ വലിയൊരു നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയും ഉടനടി തന്നെ ഈ പദ്ധതി ഇല്ലാതാക്കുകയും ചെയ്യുമോ എന്നതും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി തന്നെ മാറുന്നുണ്ട്. എന്നാൽ നിലവിൽ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ മാത്രമുള്ള റൂട്ടിലേക്കാണ് പുതിയ ഓർഡിനറി ബസ്സുകൾ അനുവദിക്കാൻ സാധ്യത. KSRTC ജീവനക്കാർക്കുള്ള കളക്ഷൻ ഡാറ്റ ദിവസേന വിതരണം ചെയ്യുവാനും സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നും ഇവിടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സേവനങ്ങളുടെ കാര്യക്ഷമതയും ജീവനക്കാരുടെ പ്രവർത്തന സൗകര്യവും മെച്ചപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ തന്നെ സ്ത്രീകളുടെ പൊതുഗതാഗത ഉപയോഗം വർദ്ധിച്ചെങ്കിൽ പോലും അതിന്റെ സാമ്പത്തിക ഭാരം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇപ്പോൾ KSRTCക്കും സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്രിയദർശിനി പദ്ധതി ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സർക്കാർ പങ്കുവച്ച കണക്കുകൾ പോലും ഇപ്പോൾ വെറും പൊള്ളത്തരമായി തന്നെ മാറുന്നതാണ് മറ്റൊരു വസ്തുത. അതായത് തങ്ങൾക്ക് അത്തരത്തിലൊരു നഷ്ടം പോലും ഉണ്ടായിട്ടില്ല. വളരെയധികം സുരക്ഷിതമായിട്ടാണ് KSRTC ഈ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കിയതും. അത് മാത്രമല്ല KSRTC അത്രയും സുരക്ഷിതമാണ് എന്ന രീതിയിലുള്ള കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. 2026 ജൂൺ 14 കണക്കുകൾ പ്രകാരം ഓർഡിനറി ബസ്സുകളിലെ മൊത്തം യാത്രക്കാർ 18,55,897 ആയിരുന്നു. ഇതിൽ 11,80,417 പേർ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി തന്നെ സൗജന്യമായി യാത്ര ചെയ്ത സ്ത്രീകളാണ്. KSRTCയിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കുതിച്ചു വരികയും ജൂൺ 8-ന് 7.25 ലക്ഷം യാത്രക്കാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 11.84 ലക്ഷമായി തന്നെ കുറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സ്ത്രീകൾ KSRTCയിലേക്ക് പരമാവധി ഉപയോഗപ്പെടുത്താനും ഇവിടെ തയ്യാറാവുകയാണ്. അതുപോലെ തന്നെ ഓർഡിനറി ബസ്സുകളിലെ മൊത്തം യാത്രക്കാരിൽ 67% സ്ത്രീകൾ 67% സ്ത്രീകളും ഇതിലെ യാത്രക്കാർ തന്നെയാണ്. മാത്രമല്ല ജനപ്രിയ പദ്ധതികളുമായി എത്തിയ ആനവണ്ടി ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഒരു കാഴ്ച കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഈ പദ്ധതിയിൽ ഇപ്പോൾ സർക്കാർ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വെല്ലുവിളികളും ഇതിനോട് പ്രതിസന്ധികളും വെല്ലുവിളികളും അവർ നേരിടുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർഡിനറി സർവീസുകളിലെ സ്ത്രീകളുടെ വിഹിതം 67% എല്ലാ ക്ലാസുകളും ചേർന്നുകൊണ്ട് കണക്കാക്കുമ്പോൾ ആകെ യാത്രക്കാർ എന്ന് പറയുന്നത് 25,53,435 എന്നതാണ്. അതായത് 5 സ്ത്രീ യാത്രക്കാർ. അതോടൊപ്പം തന്നെ 12,03,602 എന്ന കണക്കിലേക്കും ഉയരുന്നുണ്ട്. അതുമാത്രമല്ല ഇതിൽ സ്ത്രീകളുടെ വിഹിതം 47%. ജൂൺ 14 കണക്കനുസരിച്ച് ഓർഡിനറി ബസ്സുകളിലെ മൊത്തം യാത്രക്കാരിൽ 67% സ്ത്രീകൾ തന്നെയാണ്. അതായത് ഓരോ 3 യാത്രക്കാരിൽ ഏകദേശം 2 പേരും സ്ത്രീകളാണ് എന്നതാണ്. ജൂൺ 15-നായി താരതമ്യം ചെയ്യുമ്പോൾ ജൂൺ 16-ന് 2.21 ലക്ഷം സ്ത്രീകൾ അധികമായി തന്നെ യാത്ര ചെയ്തതായും ഇത് 23% വർധനമുണ്ടായതായും സർക്കാർ വ്യക്തമാക്കുന്നു. പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം വ്യക്തമായതോടുകൂടി തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പ്രിയദർശിനി സൗജന്യ യാത്രയിലേക്ക് മാറിയതും ഇപ്പോൾ സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.